തിരുവനന്തപുരം പാറശാല കാരോട് കഴക്കൂട്ടം ബൈപ്പാസിന് സമീപം കാർ തലകീഴായി മറിഞ്ഞു. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇന്നലെയുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജയശങ്കർ, അമിത വേഗമാണോ ഈ അപകടത്തിന് കാരണമായത്? അതായത് പാറശാല ഊരമ്പ് റോഡിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ഇത്തരത്തിലൊരു കാറ് അമിത വേഗതയിൽ വരികയും നിയന്ത്രണം നഷ്ടമായി മറ്റൊരു കാറിൽ ഇടിച്ച് തലകീഴായി മറിയുന്നതാണ് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ ഈ അപകടം ഉണ്ടാക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഈ രണ്ട് കാറുകൾക്കിടയിൽ അവർ കുടുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അപകടത്തിൽ അവർക്ക് ഒരു തരത്തിലുള്ള പരിക്കുകളുമില്ല. ഈ മറഞ്ഞു വീണ വാഹനത്തിലുള്ള ആളുകൾ നിസ്സാരമായ പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടിട്ടുണ്ട്. വലിയൊരു അപകടമാണ് ഒഴിവായതെന്നാണ് ഇതിൻ്റെ ദൃക്സാക്ഷികളെല്ലാം തന്നെ പറയുന്നത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളും മറ്റും ഇന്നാണ് പുറത്തു വരുന്നത്. അമിത വേഗതയാണോ മറ്റ് കാര്യങ്ങളാണോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. മഴക്കാലമൊക്കെയാണ്, റോഡിലും മറ്റും ഈ അപകടങ്ങൾ കൂടുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ എന്തായാലും ഈ അപകടത്തിൽ കാർ ഡ്രൈവർക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ ഗുരുതരമായ പരിക്കുകളിൽ. ഒപ്പം തന്നെ ഈ സ്ത്രീ വളരെ അത്ഭുതകരമായാണ് റോഡ് സൈഡിൽ നിന്ന് ഈ സ്ത്രീ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്തായാലും കാറിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് നിയന്ത്രണം നഷ്ടമാകാനെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ അപകടത്തിൽ ഗുരുതരമായ പരിക്കില്ല ആളുകൾക്ക് എന്നത് തന്നെയാണ്. ശരിയാണ്, ആ സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ വലിയൊരു അത്യാഹിതം നടക്കുമായിരുന്നു എന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം പാറശാല കാരോട് കഴക്കൂട്ടം ബൈപ്പാസിന് സമീപമാണ് കാർ തലകീഴായി മറിഞ്ഞത്. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഇന്നലെ ഉണ്ടായ അപകടമാണ്. ഇതിന്റെ CCTV